ഞാൻ ചോരയും കൊലപാതകങ്ങളും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ അതെനിക്കിട്ടൊരു കുത്താണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? മാർക്കോലെ കണ്ട പോലെ മാർക്കോക്ക് ഇട്ടൊരു കുത്താണ്. ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. ചെറിന്റെ പ്രത്യേകിച്ച് പറയില്ല, പിന്നെ ഭാര്യാന്നും കൂടെ അറിഞ്ഞപ്പോ ഇല്ലല്ലേ? അതൊരു വേറൊരു സന്തോഷം. എന്നിട്ട് ആ പേടി മാറിയോ? സിനിമ അതെ, അവിടുന്ന് തന്നെ മാറി. പെട്ടെന്ന് മാറിയോ? അതെന്താ കാര്യം? അത് സംസാരിച്ചപ്പോ മാറുമല്ലോ. സംസാരിച്ചപ്പോ പേടി മാറി. അതുവരെ പേടിയായിരുന്നു. ഞാൻ സീനിയർ പേടിയായിരുന്നു, കണ്ണ് കാണുമ്പോഴേ നല്ലോണം ഡയലോഗൊക്കെ മറക്കും. എന്റെ അപ്പോഴാണ് കണ്ണുകൾ ഇത്രയും വലിയ കണ്ട് കണ്ണാണെന്ന് അറിഞ്ഞത്. ഇത്രയും ഈ അടുത്തടുത്തിരുന്ന് സംസാരിക്കുമ്പോഴേ അതുവരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്റെ കണ്ണുകൾ കണ്ട് പേടിച്ച ഒരു അഭിനേത്രിയാണ്. അത്രയ്ക്ക് വലിയ ഭീകരമാണോ എന്റെ കണ്ണുകൾ? ആ കമന്റ് കണ്ണടച്ചു വിട്ടത്. ഇതിനനുസരിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചിരുന്നാൽ രണ്ടാം ഊഴത്തിലെ ഭീമനെ അവതരിപ്പിക്കാൻ പോകുന്ന മമ്മൂക്കയും മോഹൻലാലിനെയും അതിലാരാണെന്ന് തീരുമാനിച്ചിട്ടില്ല, അവരെ വെല്ലുന്ന കഥാപാത്രമാണ് താൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്ദ്രൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചാക്കോച്ചൻ ആവേശത്തോടെ ഡാൻസ് കളിച്ചപ്പോൾ ഞാനും തീരുമാനിച്ചു, എന്തെങ്കിലുമൊക്കെ ചാക്കോച്ചൻ ഒരു 10 മിനിറ്റ് ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടേതായിട്ട് 1 മിനിറ്റെങ്കിലും വേണ്ടേ. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് പരിവാർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ജഗദീഷ് ചേട്ടൻ, പ്രശാന്ത് ഏട്ടൻ, ഉണ്ണിമായ ചേച്ചി, ഷൈനി ചേച്ചി. സ്വാഗതം. താങ്ക് യു. ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ഒരു കുടുംബചിത്രമായിട്ടാണ് തോന്നുന്നത്. പരിവാർ എന്ന് തന്നെ കേൾക്കുമ്പോൾ ഒരു യുദ്ധം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും കുടുംബങ്ങൾ തമ്മിലൊരു യുദ്ധമാണോ? ഈ പാണ്ഡവനും കൗരവനും പോലെ കുടുംബങ്ങൾ തമ്മിലൊരു യുദ്ധമാണോ? കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അംഗങ്ങൾ തമ്മിൽ സ്വത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അമൂല്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മത്സരം അവർ തമ്മിൽ, അങ്ങനെ ആ ഫൈറ്റാണ് അടിസ്ഥാനപരമായി പരിവാർ എന്ന് പറയുന്ന ചിത്രം. ഇതിനിടയ്ക്ക് ഈ ഫൈറ്റിൻ്റെ ഇടയിൽ യുദ്ധം മാത്രമല്ല, ഇമോഷൻസ് ഉണ്ട്, അവർ തമ്മിൽ സ്നേഹമുണ്ട്, അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ത്രില്ലറുകളുടെ ഒരു കാലമാണ്. ഇപ്പോൾ ഈ ഇറങ്ങിയ എല്ലാ ത്രില്ലർ സിനിമകളാണ് വിജയിക്കുന്നത്. അതിനിടയിൽ ഒരു കുടുംബചിത്രം. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? നമ്മളങ്ങനെ ത്രില്ലറുകളുടെ ഇടയിൽ ഒരു കുടുംബചിത്രം ഒന്നും വെച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇതൊരു കുടുംബചിത്രമാണ്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തു, ഇത് നമ്മൾ റിലീസിന് വരുന്നു. ത്രില്ലർ സിനിമകൾ ഇപ്പോൾ ധാരാളമായി ത്രില്ലർ സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിനിടയിലും പ്രേമലു പോലത്തെ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സർവൈവൽ പടമാണ്, അത് ഇമോഷണൽ സിനിമയാണ്, അതിവിടെ സൂപ്പർ ഹിറ്റ്. ത്രില്ലർ സിനിമകളിലാണോ വിജയിച്ചു പോകുന്നത്? അപ്പോൾ അതിൻ്റെ ഇടയിൽ അല്ല, ഇതിനകത്തും ത്രില്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് ത്രില്ലർ സിനിമകൾ ഓടുന്നു എന്നുള്ളതുകൊണ്ട് സംവിധായകർ ഇതിനകത്ത് പറഞ്ഞു കുടുംബ ചിത്രങ്ങളും. ഇതിനകത്ത് ഇപ്പോൾ ത്രില്ലർ സിനിമകളാണ് ഓടുന്നതെന്നുള്ളതുകൊണ്ട് സംവിധായകർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു ഇതിനകത്ത് ത്രില്ലുണ്ടാവണം. അപ്പൊ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, സ്ക്രിപ്റ്റിലുണ്ടാവണം. അപ്പോൾ അവരൊന്ന് സ്ക്രിപ്റ്റിലുണ്ട്, നിങ്ങൾ അഭിനയിക്കുമ്പോൾ ആ ത്രില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ത്രില്ലോട് കൂടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഇതൊരു ത്രില്ലറാണ്. ഞാൻ ചോരയും കൊലപാതകങ്ങളും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ അതെനിക്കിട്ടൊരു കുത്താണ്. മാർക്കോലെ കണ്ട പോലെ മാർക്കോക്ക് ഇട്ടൊരു കുത്താണ്. അല്ല, പണിയിലും ചെയ്തിട്ടുണ്ട്. പ്രശാന്തന്റെ പണിയിലും ചെയ്തിട്ടുണ്ട്. ത്രില്ലർ അല്ലേ പണി? നിങ്ങളൊക്കെ ചോര വീഴിച്ചിട്ട് അതെ അതിന് പ്രായശ്ചിത്തം പോലെ വന്നേക്കാണ്. അല്ല, ഇതൊക്കെ തമാശയായിട്ട് പറയുകയാണെങ്കിലും ഇതിനകത്ത് പരിവാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ജോണറിൽ പെടുത്താവുന്നുള്ള ഒരു സിനിമയൊന്നും അല്ല. ഇതിനകത്ത് നമ്മളിപ്പോൾ ട്രെൻഡി ആയിരിക്കണം, കറണ്ട് ആയിരിക്കണം സിനിമ. അപ്പോൾ ഇന്നത്തെ പ്രേക്ഷകൻ അതിനിപ്പോൾ ഏത് പേരിലിട്ടിരുന്നാലും ഫീൽ ഗുഡ് എന്നോ ഫാമിലി ഫിലിം എന്നോ ഒക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിച്ചിരുന്നാലും അടിസ്ഥാനപരമായി പ്രേക്ഷകനെ രസിപ്പിക്കണം. ആ രസിപ്പിക്കാനുള്ള എലിമെന്റ്സ് ഒക്കെ ഇതിനകത്തുണ്ടാവും. ഇതിനകത്ത് ഇപ്പൊ തന്നെ ഇതിനകത്ത് 2 ഭർത്താക്കന്മാരാണ് ഞങ്ങൾ. 2 ഭർത്താക്കന്മാരുടെ സമീപനം വേറെയാണ്. ഇദ്ദേഹം ഭാര്യ പറയുന്ന എല്ലാം അനുസരിക്കുന്ന ഒരു ഭർത്താവാണ്. അവിടെ ഭാര്യ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന, നിഷ എന്ന് പറയുന്ന കഥാപാത്രം ഭാര്യ ഡോമിനേറ്റ് ചെയ്യുന്ന കഥാപാത്രം. ഈ ഭാര്യയാണെങ്കിൽ ഗീത, സഹദേവന്റെ ഭാര്യയാണ് ഗീത. ഗീത ഭർത്താവ് പറയുന്നത് അതേപടി അനുസരിക്കുന്ന ഒരു രണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള 2 സഹോദരന്മാരുടെ ഭാര്യമാര് രണ്ടുപേരും 2 രീതിയിലാണ്.
അതിന്റെ രസങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ആണുങ്ങളുടെ സങ്കല്പത്തിലുള്ള ഭാര്യയും ഇത് ആണുങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിലുള്ള ഭാര്യയും. അതെ, ഇവര് തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ട്. ഇവര് തമ്മിൽ എന്നാൽ വലിയ യുദ്ധമൊന്നും കൂടുന്നില്ല. പക്ഷേ ഇവര് ആ യുദ്ധമൊക്കെ കാണിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ അടുത്താണ്. സ്വന്തം ഭർത്താവിന്റെ അടുത്ത് നിഷ എന്ന് പറയും, ഇയാളെ കൊണ്ട് തോറ്റു, ഇയാൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ മറിച്ചാണെന്നുള്ള സിറ്റുവേഷൻസിൽ വഴക്കൂടും. ഈ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ സഹദേവേട്ട, ഇങ്ങനെയാണോ സഹദേവേട്ട. നിഷ പറയുന്നതെല്ലാം അനുസരിക്കുന്നതുകൊണ്ട് യുദ്ധം ഉണ്ടാവാറില്ല. അതെ 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 അതെ, നിഷ പറയുന്നതെല്ലാം അനുസരിക്കുന്ന നകുലൻ, എന്നാൽ സഹദേവൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഗീത. ഇതാണ് ഇവര്. അതൊക്കെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ താല്പര്യപൂർവ്വം കാണാൻ താല്പര്യമുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധമൊക്കെ നല്ല രസമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഞങ്ങളെ കുറിച്ചൊക്കെ ഏകദേശം പ്രേക്ഷകർക്ക് അറിയാം. ഉണ്ണി എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഷൈനി എന്ന് പറയുന്നത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ദീപൻ ശിവരാമൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള സംവിധായകന്റെ കീഴിൽ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ 4 വേഷങ്ങൾ നാടക രൂപത്തിൽ 4 വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. അപ്പോൾ അവര് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 കഴിവുള്ള അഭിനേത്രികൾക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. അപ്പോൾ അവർക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരം കൂടി സംവിധായകർ ഉത്സവം ഭഗത് ഒരുക്കിയിരിക്കുകയാണ്. ഈ കഥാപാത്രത്തിൻ്റെ രസങ്ങൾക്കപ്പുറം ഇവരുടെ പെർഫോമൻസിൻ്റെ ഒരു രസം കൂടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവരുടെ ഭാര്യമാരായിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവരോട്? സെറ്റ് ഫസ്റ്റ് ഡേ പൂജയുടെ അന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായില്ല, എങ്ങനെ ആയിരിക്കണമെന്നും ചിന്തിച്ചിട്ടില്ല. അവിടെ എത്തിയിട്ട് ഭയങ്കര കൂളാണ്, ഫ്രീ ആണ്, നകുലൻ നിഷയുമാണ്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞതുവരെ നകുലനും നിഷയായിട്ട് തന്നെയാണ് ഉണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഓരോ സീൻസ് വരുമ്പോഴും നമ്മളത് ഡിസ്കസ് ചെയ്ത് ആക്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു മോൻ ഉണ്ട് ഇതിൽ, 9 വയസ്സുള്ളൊരു കൊച്ചായിട്ട്. ആൽവിൻ എന്നാണ് പേര്, ആൽവിൻ മുകുന്ദ്. അപ്പോൾ നകുലൻ, നിഷ, നീരവ്. അപ്പം നമ്മളുടെ കുടുംബം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്കിതിൽ മക്കളില്ല. പിന്നെ സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ചെറിയൊരു പേടി ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് പോകും എല്ലാവരും. നമ്മളൊക്കെ ആദ്യമായിട്ടാണ്, പ്രശാന്ത് ഭായി ഞാനൊക്കെ ആദ്യമായിട്ടാണ്. ചെറിൻ്റെ പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഭാര്യാന്നും കൂടെ അറിഞ്ഞപ്പോൾ അതൊരു വേറൊരു സന്തോഷമാണ്. എന്നിട്ട് ആ പേടി മാറിയോ? അതെ, അവിടുന്ന് തന്നെ മാറി. പെട്ടെന്ന് മാറിയോ? അതെന്താ കാര്യം? അത് സംസാരിച്ചപ്പോ മാറുമല്ലോ. സംസാരിച്ചപ്പോ പേടി മാറി. അതുവരെ പേടിയായിരുന്നു. ഞാൻ സീനിയർ പേടിയായിരുന്നു. കണ്ണ് കാണുമ്പോഴേ നല്ലോണം ഡയലോഗൊക്കെ മറക്കും. വലിയ കണ്ണാണ് അറിഞ്ഞത്. ഇത്രയും ഈ അടുത്തടുത്തിരുന്ന് സംസാരിക്കുമ്പോഴേ, അതുവരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്റെ കണ്ണുകൾ കണ്ട് പേടിച്ച ഒരു അഭിനേത്രിയാണ്. അത്രയ്ക്ക് വലിയ ഭീകരമാണോ എന്റെ കണ്ണുകൾ? ആ കമന്റ് കണ്ണടച്ചു വിട്ടത്. ഇപ്പോൾ ജഗദീഷേട്ടനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ കിഷ്കിൻ്റെ കാലത്ത് കണ്ട ജഗദീഷേട്ടനല്ല, പിന്നെ അതിനുശേഷം ഹലോ മമ്മിൽ കണ്ടത്. അതിൽ കണ്ടൊരു ജഗദീഷേട്ടനല്ല, പിന്നെ മാർക്കോലി കണ്ടത്. അതിന് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിൽ കണ്ടത്. അപ്പോൾ ഇതിലെങ്ങനെയുള്ള ക്യാരക്ടറാണ് ഈ പരിവാറിൽ? അല്ല, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കും ഇതിലെ സഹദേവൻ. അതിൽ ഉറപ്പ് തരാം. ഈ സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ കണ്ട് വന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യാസമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കഥാപാത്ര സൃഷ്ടിയിലും വ്യത്യാസം കൊണ്ടുവരാൻ സംവിധായകരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അച്ഛനെ അവതരിപ്പിക്കുമ്പോൾ പ്രീവിയസ് അച്ഛനെക്കാളും വ്യത്യാസമുള്ള അച്ഛനായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് സംവിധായകരും കൂടെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം തിരഞ്ഞെടുക്കുന്നു. കഥാപാത്രം തിരഞ്ഞെടുക്കുന്നതിന് വലിയ ബുദ്ധിയോ അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ ഈശ്വരാനുഗ്രഹമോ അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയാം. നമുക്ക് വന്ന് ചേരുന്ന കഥാപാത്രങ്ങളിൽ നമ്മൾ എങ്ങനെയെങ്കിലും പുതുമ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഒരു അച്ഛനിൽ നിന്നും അല്പ വ്യത്യാസമുള്ള അച്ഛനായിരിക്കണം എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് അച്ഛൻ എന്ന രീതിയിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം ഞാൻ അച്ഛനല്ല. ഇതിനകത്ത് ഞാൻ കുട്ടികളില്ല. അതുകൊണ്ട് ഒരു ഡിഫറൻറ്റ് അച്ഛനാണ്. ഇതിനകത്ത് ഭാര്യയെ സ്വന്തം മകളായിട്ടും ഭാര്യ എന്നെ സ്വന്തം മകനായിട്ടും കണക്കാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഉള്ളത്. അപ്പോൾ പിന്നെ കുട്ടികളില്ല. അതിൽ പിന്നെ ഈ നകുലന് ചെറിയ വിഷമമുണ്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലാത്ത. അത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു വിഷയമാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഈ ജഗദീഷേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രശാന്തേട്ടനും ഇതേപോലെ തന്നെ രണ്ടാം വരെ ഭയങ്കര നെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റ് ആയിക്കാണ്. എങ്ങനെയാ അതിനെ നോക്കാം? എനിക്ക് 1ാം വരവ് തന്നെ ഉണ്ടായിട്ടില്ല, പിന്നല്ലേ 2ാം വരവ്. എന്നാലും എല്ലാ സിനിമകളും ഇപ്പോൾ ഹിറ്റാണ്. ഇപ്പോൾ ടർബോല് അങ്ങനല്ല. ഇപ്പൊ ജഗദീഷേട്ടനെ കുറിച്ച് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം പല മീറ്ററിലുള്ള, പല രൂപത്തിലുള്ള, പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ജഗദീഷേട്ടന് വരുന്നുണ്ട്. എനിക്ക് ഫാലിമിയിലെ ക്യാരക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ
ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം സാധാരണഗതിയിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വേഷം ശ്രദ്ധിക്കപ്പെട്ടാൽ പിന്നെ അങ്ങനെ ടൈപ്ഡായി പോകുന്ന ഒരു ശീലമുണ്ട്. ഇന്ന് അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സംവിധായകർ. അങ്ങനെ സംവിധായകരുടെ നോട്ടപ്പുള്ളിയാണ് ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ. അതുകൊണ്ടാണ് ജഗദീഷ് ചേട്ടൻ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ഒരു നോട്ടപ്പുള്ളി ആകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് നമ്മളിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സിനിമയിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സിനിമയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളും വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങേയറ്റം ആത്മാർത്ഥത്തോടെ ചെയ്യുന്നതും പിന്നെ ഇതെല്ലാം ക്ലിക്കാവുന്നതും ആൾക്കാരുടെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെടുന്നതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ആ ദൈവാനുഗ്രഹം കൂടി ഉണ്ടായി. പരിവാറിലെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ സഹോദരന്മാരാണ്, ഞങ്ങൾ ബ്രദേഴ്സാണ്. ജഗദീഷ് ചേട്ടൻ്റെയും വൈഫിൻ്റെയും രീതി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി മനസ്സിലായി. ഞങ്ങളുടെ ഇതിൽ ഞാനൊരു അധ്യാപകനാണ്, സ്കൂൾ അധ്യാപകനാണ്. ഭാര്യയെ അത്യാവശ്യം പേടിയുള്ള ഒരാളാണ്. പക്ഷേ സ്വന്തം കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇയാൾ വീരശൂര പരാക്രമിയാണെന്ന്, ഇയാൾ ഭയങ്കര മിടുക്കനാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതെല്ലാം ഭാര്യയുടെ മിടുക്കാണ്. ടോക്സിക് ഭാര്യ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത കുറേ ഒബ്സർവേഷൻസ് ഉണ്ട്. സ്ത്രീകളുടെ ചില കാര്യങ്ങൾ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഗീത, അതിന് മറ്റൊരു പ്രതിനിധിയാണ് നിഷ. ഈ ഞെട്ടിക്കാൻ പോകുന്നത് ഞങ്ങൾ ആരുമല്ല, ഭാര്യ ഇല്ലാത്ത ഭീമനാണ് ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഭാര്യ ഇല്ലാത്തോണ്ടല്ല ഞെട്ടിക്കുന്നത്, ഭാര്യ ഇല്ലാതിരുന്നിട്ട് ഞെട്ടിക്കാൻ പോവാണ് ഇന്ദ്രൻസ്. രണ്ടാം ഊഴത്തിലെ ഭീമനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, സങ്കല്പം ഉണ്ടല്ലോ. അതേപോലെ ഞങ്ങൾക്കൊക്കെ ഭാര്യമാരുള്ളതുകൊണ്ട് ചില പരിമിതികളുണ്ട്. ഭീമനാ പരിമിതി ഇല്ല. അതുകൊണ്ടാണ് ഭീമൻ അങ്ങനെ. ഇതൊരു ഒന്നാം ഊഴത്തിലെ, പരിവാറിലെ ഒന്നാം ഊഴത്തിലെ ഭീമനാണത്. ഗംഭീരമായിട്ടുള്ള ഒരു ഭീമനാണ് പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്നത്. അത് ഇന്ദ്രൻസ് തന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചിരുന്നാൽ രണ്ടാം ഊഴത്തിലെ ഭീമനെ അവതരിപ്പിക്കാൻ പോകുന്ന മമ്മൂക്കയും മോഹൻലാലിനെയും, അതിലാരാണെന്ന് തീരുമാനിച്ചിട്ടില്ല, അവരെ വെല്ലുന്ന കഥാപാത്രമാണ് താൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്ദ്രൻസ് പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് മാർച്ച് 7-ാം തീയതി കാണുമ്പോൾ മനസ്സിലാവും. അതിന്റെ റിയാക്ഷനാണ് ഒരു ടെറർ ലുക്കിലാണ്. ഒരു വല്ലാത്ത. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഭീമനോടുള്ള എന്റെ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഭീമൻ മദ്യം കഴിക്കുന്നുണ്ട്. പുരാണങ്ങളിലെ മദ്യം അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ വിദേശ മദ്യമൊന്നും ഇല്ലല്ലോ. വിദേശ മദ്യം ഇല്ലല്ലോ. മാത്രമല്ല ഈ ഏത് പുരാണങ്ങളിലാണെങ്കിലും അതൊക്കെ അന്നത്തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമൃത്, വീഞ്ഞ് എന്നൊക്കെ പറഞ്ഞ, അല്ലാതെ മാക്ഡവൽ അങ്ങനെയുള്ള പേരൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. എന്താണ് മദ്യം? സോമരസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതെ, പുരാണങ്ങളിൽ അങ്ങനെ രസം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിട്ട് കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അങ്ങനത്തെ പേരിടാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ വിഷം എന്നാണ്, സോമവിഷം എന്നായിരുന്നു പേരിടേണ്ടിയിരുന്നത്. അതെ. ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ജഗദീഷ് ചേട്ടന്റെ ഡാൻസ് ആണ് ട്രെൻഡിങ് ആയിരുന്നു. എന്തൊരു എനർജിയാണ് സിനിമകളിലാണേലും, എന്തൊരു എനർജിയാണ്. ഞാന് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അന്തം വിട്ട പ്രതി എന്ത് ചെയ്യുന്ന കേട്ടിട്ടില്ലേ? ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. സോഷ്യൽ മീഡിയ അല്പം വൈകി വന്നേ ഉള്ളൂ. ജഗദീഷ് ചേട്ടൻ പണ്ട് ഇതാണ്. അതുപോലെ തന്നെ പണ്ട് മമ്മൂക്കനൊപ്പം സണ്ണി ലിയോണ്ടപ്പോൾ ഡാൻസ് കളിച്ച ആളാണ് ഇരിക്കുന്നത്. അതെ, അന്ന് ഇതേപോലെ ട്രെൻഡിങ് ആയതാ. അതെ. നമ്മൾ ഏതെങ്കിലും ഒരു ദൗത്യം ഏറ്റെടുത്താൽ അതിന് 100% അതിലോട്ട് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സക്സസ് സെലിബ്രേഷൻ ട്രിവാൻഡ്രം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വെച്ച് നടത്തുകയായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ ആവേശത്തോടെ ഡാൻസ് കളിച്ചപ്പോൾ ഞാനും തീരുമാനിച്ചു, എന്തെങ്കിലുമൊക്കെ ചാക്കോച്ചൻ ഒരു 10 മിനിറ്റ് ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള 1 മിനിറ്റെങ്കിലും വേണ്ടേ. അപ്പൊ അതിനകത്തൊരു കഥാപാത്രം ചെയ്ത ആളല്ലേ. ചാക്കോച്ചനെ വെല്ലാണ്ടാണ്, ചാക്കോച്ചനെ വെല്ലുന്ന രീതിയിലാണ് അവിടെ ഡാൻസ്. അയ്യോ, അങ്ങനെയൊന്നും പറയുന്നത്. ചാക്കോച്ചന്റെ ഡാൻസ് എന്റേത് ഡാൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ജഗദീഷ് ചേട്ടനെ കുറിച്ചാണല്ലോ കുറെ ട്രോളുകളും മീമുകളൊക്കെ കാണലുണ്ടോ? അങ്ങനത്തെ എങ്ങനെയാണ് അതൊക്കെ നോക്കിക്കാണുന്നത്? അല്ലെ, ട്രോളുകള് ഇപ്പൊ നമ്മള് പാട്ട് പാടിയാലും നമ്മൾ ഡാൻസ് കളിച്ചാലും, ഇപ്പൊ പഴയ സിനിമകൾ ഹിറ്റ്ലറത്തെ ആണെങ്കിലും ആ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്ന ട്രോളുകൾ, അതുപോലെ തന്നെ മീമുകൾ, അങ്ങനത്തെ കാണുന്നു. അല്ല, ആ ട്രോളുകളൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ട്രോളുകളിലെല്ലാം തന്നെ ഒരു കലയുണ്ട്, ഒരു കലാസൃഷ്ടിയാണ്. ഓരോ ട്രോളും ഒരു കലാസൃഷ്ടിയാണ്. അതിന്റെ പിന്നിൽ ഒരു ഭാവനയാണ്.
വെറുതെ എടുത്ത് കാണിക്കുകയല്ല. അത് പ്രേക്ഷകരെ രസിപ്പിക്കണം, പ്രേക്ഷകരെ ചിരിപ്പിക്കണം, പ്രേക്ഷകരെ ചിന്തിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു എഫേർട്ടുണ്ട്. ആ എഫേർട്ടിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്നെ കളിയാക്കുമ്പോൾ ആ കളിയാക്കുന്നതിൻ്റെ പിന്നിലുള്ള ബുദ്ധി, അതിൻ്റെ പിന്നിലുള്ള ഭാവന, അത് നമ്മൾ സല്യൂട്ട് ചെയ്യണം. അപ്പോൾ അതാണ് പാട്ട് പാടാൻ നേരത്തെ എന്നെ ട്രോൾ ചെയ്ത്, എൻ്റെ പാട്ട് അരോചകമാണെന്നുള്ള രീതിയിൽ ട്രോൾ ചെയ്ത് ആൾക്കാരൊക്കെ എൻ്റെ പാട്ട് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവരെ ട്രോളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ അത് ഉൾക്കൊള്ളണം. അപ്പം ശരി, ഈ ട്രോള് മാറ്റിയിട്ട് എന്ന് ഈ എൻ്റെ പാട്ട് കൊള്ളാമെന്ന് ഏതെങ്കിലും പ്രോഗ്രാം വരുന്നുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എൻ്റെ പാട്ട് ബെറ്ററായി എന്നുള്ളത് സംഗീതത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ഓമനക്കുട്ടി ടീച്ചറിനെ പോലുള്ളവർ പറഞ്ഞത് ജഗദീഷ് പാടി തെളിഞ്ഞു എന്നാണ്. അത് ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആണ്. അപ്പം നമ്മളതിൽ തളരരുത്. ഈ ഡാൻസ് കണ്ടിട്ട് ഡാൻസ് ശരിയായില്ല എന്ന് ട്രോള് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തളരരുത്. മെച്ചപ്പെട്ട ഡാൻസ് അവതരിപ്പിക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും വേഷം മോശമാക്കി എന്ന് ട്രോള് വന്നു കഴിഞ്ഞാൽ അതിൽ തളരരുത്. അടുത്ത വേഷം ഗംഭീരമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മളെ റീഇൻവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ട്രോളുകൾ. അതിൽ തളരരുത്. അപ്പോൾ മാർച്ച് 7 സിനിമ തിയേറ്ററിലെത്താൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് വലിയ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് ഈ ഫഹദ് ആൻഡ് ഉത്സവ് എന്ന് പറഞ്ഞ 2 ചെറുപ്പക്കാർ, ഡിജിറ്റൽ വില്ലേജ് എന്ന സിനിമ സംവിധാനം ചെയ്ത 2 ചെറുപ്പക്കാരാണ്. അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പുതിയ കഥയുമായിട്ടാണ് അവർ പ്രേക്ഷകരെ സമീപിക്കുന്നത്. അതിനകത്ത് അവർ പറയാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് നർമ്മവും ഹാസ്യവും ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് എത്രത്തോളം രുചിക്കും രസിക്കും എന്നുള്ളത് അറിയാനാണ് ഞങ്ങളുടെയും താല്പര്യം. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. അവരെ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ചിത്രം ഉയരട്ടെ, പ്രേക്ഷകരെ കൈനീട്ടി സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് എന്താ പറയുക? ഇത് തന്നെയാണ് മാർച്ച് 7 പരിവാർ എത്തുന്നു. അപ്പോൾ നല്ലൊരു കുടുംബ ചിത്രമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കോമഡി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം പരിവാർ കാണാൻ വേണ്ടി വരിക. പ്രശാന്തൻ? ഞാൻ ഓക്കെയാണ്. നിഷ നിഷ പറയുന്നതിനപ്പുറത്തൊന്നും എനിക്കില്ല. ഭാര്യ പറയുന്ന സഹദേവട്ടം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണണം. നല്ലൊരു ഫാമിലി പടമാണ്. അപ്പോൾ സിനിമ വലിയ രീതിയിൽ വിജയിക്കട്ടെ. താങ്ക് യു.